ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഗ്രൂപ്പ് എക്കാർക്ക് വേണ്ടിയുള്ള മൊഡ്യൂൾ 4 ഫോക്കസ് ഏരിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ PVQ ലെവൽ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ടെലിഗ്രാമിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇനി മാത്സ് മാത്രമല്ല, അങ്ങോട്ടുള്ള പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ഓഫ് കോസ്റ്റും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 4 വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ്, ഒരു പോർഷനാണ്. കൺസ്ട്രെയിൻറ്റ് മാക്സിമം ആൻഡ് മിനിമയാണ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 6 മാർക്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഓക്കെ, സോ ഒരു കണ്ടീഷൻ തരും, അതിൽ നിന്ന് മാക്സിമയും മിനിമയും കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ മെത്തേഡ് ലഗ്രാഞ്ച് മൾട്ടിപ്ലൈ തിയറമാണ്. അത് വിത്ത് 1 കോൺസ്റ്റൻറ്റും വിത്ത് 2 കോൺസ്റ്റൻറ്റും. ഇത് അറിഞ്ഞിരിക്കണം, ഇതും അറിഞ്ഞിരിക്കണം. അതായത് ആ മെത്തേഡ് മനസ്സിലാക്കിയാൽ ഇത് രണ്ടും വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. ഇതിൽ നിന്ന് 9 മാർക്ക് വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ LPP എന്ന് പറയുന്നൊരു സാധനം, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, നിങ്ങൾ ഇതിൽ സ്കിപ്പ് ചെയ്താൽ പോലും ഈ 2 കാര്യവും അറിയാമെങ്കിൽ അതിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്ന 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പാർട്ട് 3 1 മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ 12+ മാർക്ക് നിങ്ങൾക്ക് ഏതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും? ഈ മൊഡ്യൂൾ 4 നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് സ്കിപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്, ഞാനൊരു സ്റ്റഡി മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രോബ്ലം വലുതായിട്ട് നോക്കിയില്ലെങ്കിൽ പോലും ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇവിടെ നോക്കിയാൽ ഗൈസ്, ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനുകളിലൊന്നാണ്. അപ്പോൾ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിയാൽ മാക്സിമൈസ്. അപ്പോൾ മറ്റൊരു മാക്സിമം ആൻഡ് മിനിമ കണ്ടുപിടിക്കാനാണ്. ഇവിടെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് X1ഉം X2ൻ്റെയും കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമൈസ് ചെയ്യാനാണ്, കൺസ്ട്രെയിൻറ്റ് മാക്സിമ കണ്ടുപിടിക്കാനാണ്. വേറൊരു കാര്യം നോക്കിയാൽ എക്സ്ട്രീം വാല്യൂസ് മീൻസ് മാക്സിമ ആൻഡ് മിനിമ തന്നെയാണ്. 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ ഓൾറെഡി ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ പെരിമീറ്റർ പിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ലാഗ്രാഞ്ച് മൾട്ടിപ്ലൈ തിയറം വെച്ചിട്ട് ഫൈൻഡ് ദ ഡൈമെൻഷൻ ദാറ്റ് വിസ് മാക്സിമൈസ് ഏരിയ. അപ്പോൾ സെയിം സാധനമാണ്. അതായത് മാക്സിമം ആൻഡ് മിനിമ വിത്ത് 2 കൺസ്ട്രെയിൻസ് ആണ്, അല്ലേ? 2 കൺസ്ട്രെയിൻസ് 2 സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമൈസ് ചെയ്യാനാണ്, അതായത് മാക്സിമം കണ്ടുപിടിക്കാൻ തന്നെയാണ്, വിച്ച് യൂസിങ് ലഗ്രാഞ്ച് മൾട്ടിപ്പിൾ തിയറം. അപ്പോൾ സിമ്പിളാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഗ്രാഞ്ച് മൾട്ടിപ്പിൾ തിയറം പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രെയിൻറ്റ് മാക്സിമം ആൻഡ് മിനിമം നോർമൽ മെത്തേഡ് പഠിക്കുക. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ രീതിയിലുള്ള സ്റ്റീപ്പൻ ഡിസൈൻ എന്താണെന്ന് അറിയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എളുപ്പമായിട്ട് തോന്നുന്നില്ല എങ്കിൽ LPP പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസും ബാക്കി PVQ ലെവൽ മെറ്റീരിയൽസും നമ്മൾ ഡിസ്കസ് ചെയ്യും. പേടിക്കേണ്ട, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് എക്കാർക്കുള്ള ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ഉടനെ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.